ഓർമ്മകൾ ഉറങ്ങുന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ വന്നില്ലെങ്കിൽ അതിനൊക്കെ വലിയൊരു മരണം വരയ്ക്ക് എനിക്കത് തീരില്ല ആ കടപ്പാട്. അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഓടി വന്നത്. പറയാൻ വന്നത് എന്താ പറഞ്ഞാൽ, ആകാശത്തെ പറവകളുടെ കാര്യം പറയാം. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു 400 അടി ഒരു ക്യാൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറക്ടർ വിനുവായിട്ട് ആ പടം അത്രക്ക് ഗംഭീരാക്കണമെന്ന് മണീജി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പല ടെക്നിക്കുകളും അതിൽ ഉപയോഗിച്ചിരുന്നു. വലിയൊരു ഗോഡൗണിൽ മണിക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു തൂണിന് ചുറ്റും ഇങ്ങനെ നടക്കും, ഇങ്ങനെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ്. അത് എനക്കെന്നെ അതെല്ലാം എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബേജാറായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യം 4 ഫ്രെയിം മുതൽ 24 ഫ്രെയിംസ് വരെ, അതിപ്പോൾ പറഞ്ഞ ആ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ മൊബൈലിൽ എടുത്താൽ സിനിമയായി. ആ പഴയ സിനിമേൻ്റെ വിലയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ നമ്മുടെ ഡയറക്ടർക്കും അതെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ആ റൗണ്ട് ഒരു ചുരുങ്ങിയത് ഒരു 15 റൗണ്ട് വരുമ്പോഴേക്കാണ് ഈ റൊട്ടേഷൻ തീരുക. ആദ്യം മണി ഭയങ്കര ഫാസ്റ്റിൽ റൗണ്ട് ഇങ്ങനെ അടിച്ച് വന്ന് അവിടെ വെച്ച് ആ മണി താഴേക്ക് വീണ ഉടനെ എന്താണ് അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഓട്ടോറിക്ഷ ടയറിൻ്റെ ഒരു ഉള്ളിൽ ക്യാമറ ഉണ്ട്. അന്ന് ജിമ്മി ജിപ്പൊന്നുമില്ല, എന്താ പറഞ്ഞാൽ ഇത്ര ഹൈറ്റിലൊന്നും പോവില്ല ഒരിക്കലും. അപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, അതെങ്ങനെ നന്നായിട്ട് എടുക്കുക, ഈ ഭ്രാന്ത് ഇളകുന്ന ഒരു സന്ദർഭം നമ്മൾ അത്രയും രസമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഈ ടയറിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ച് ഒരു കപ്പിയിലിട്ട് ഒരു 40-45 അടി ഹൈറ്റിൽ ഗോഡൗണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലെൻസ് ഒരു പോയിന്റ്, ഞാൻ അത് നോക്കൂല, ക്യാമറ ഫുള്ള് ക്ലോസാണ്. ഈ ക്യാമറ അങ്ങനെ തന്നെ ഒരു 45 അടി ഹൈറ്റിൽ പോകും, കപ്പിയിൽ വലിച്ച്. നമ്മളൊന്നും വരാൻ പാടില്ല, അത്രയും വൈഡ് ലെൻസാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഒളിച്ചിരിക്കണം, അത്രയും കറക്റ്റായി മേലെ പോയി അവിടുന്ന് ക്യാമറ താഴേക്ക് വരും ഫാസ്റ്റിൽ. വന്നു കഴിഞ്ഞ് മണീൻ്റെ തലേൻ്റെ മേലെ വന്ന് നിൽക്കും ഇത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇടിച്ചു പോയി ക്യാമറ, അത്ര പേടിച്ചു പോയി ഞാൻ. അപ്പോൾ ആ സമയത്ത് ഈ നമ്മുടെ മണീജി എന്ത് പണി എടുത്തു, അമ്മേന്നൊരു വിളിച്ചു. ഞാൻ വിചാരിച്ചു പോയി ഇടിച്ചു, പിന്നെ തീർന്നു സംഭവം. ലെൻസ് ഇടിച്ചാൽ തന്നെ ഫേസ് ഒരു വഴിയാവും. അത് കറക്റ്റായിട്ട് ആ പോയിന്റിൽ മണി ഇട്ട നമ്പർ, അത് എന്താ പറഞ്ഞാൽ ആ സമയം ഞെട്ടിപ്പോയി. അവിടുന്ന് വീണ്ടും മേലെ പോകും. ഇത് ആ പടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അത് ഞാൻ എന്താ പറഞ്ഞാൽ 400 അടി ഫിലിം ഓടിക്കൊണ്ടിരിക്കുക, ഇത് കട്ട് ചെയ്യാനും പറ്റൂല. പോയി കഴിഞ്ഞാൽ പോയി, തീർന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞാൽ ഈ ഇൻഡിപെൻഡൻസിലാണ് ആദ്യമായി എന്ന് പറയില്ല, ഡിജിറ്റലായി അത് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിച്ചത്. പോത്തായി മാറുക, അതെല്ലാം ഒരു ആർട്ടിസ്റ്റ് നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചില ആൾക്കാർ പറയും പോവാം അതിലേ പോവാം, എനിക്ക് പറ്റൂല. ഉണ്ട് അങ്ങനെ ആർട്ടിസ്റ്റ് ഇല്ലാറില്ല. ചില ആൾക്കാർ നമുക്ക് ഒരിക്കലും ഒരു ക്യാമറമാനോട് അത്ര അടുത്ത് നമുക്ക് പെരുമാറില്ല. മണിജി എന്ത് പറഞ്ഞാലും ചേട്ടാ എന്ത് വേണം ചെയ്തോ, ഞാനുണ്ട് ബാക്കിൽ. എന്ത് പറഞ്ഞാൽ നമ്മളെന്ത് സങ്കടം ഉണ്ടാവും പറയാം, നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എല്ലാം പറയാം. അതെല്ലാം നമുക്ക് ചെയ്തു തന്നു. ഒരു ക്യാമറാമാൻ്റെ അത്രയും കൂടെ നിന്ന് അത് അയാൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയ മണിജി, എൻ്റെ മണിജി. സത്യം. നാട്ടുകാരനായിട്ടാണ്, പക്ഷെ കുറച്ച് ഒരു 10-20-25 ദിവസത്തോളം ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മണിച്ചേട്ടനെ കാണുന്നത് ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറെ കുട്ടികളൊക്കെ അടുത്തുണ്ട്, അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൂരെ മാറി നിന്ന് മണിച്ചേട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ, എല്ലാവരെയും നോക്കുന്ന കൂട്ടത്തിൽ എന്നെ നോക്കി ചിരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് മണിച്ചേട്ടൻ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തോളിൽ ഇങ്ങനെ അടിക്കുന്ന ഒരാൾ. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ മണിച്ചേട്ടൻ എന്നോട് വന്നു, എടാ സോറി കേട്ടോ, നീ മിമിക്രിക്കാരനാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, എന്തിന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ചാനലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മണിച്ചേട്ടൻ അത് എന്നെ ആദ്യം കണ്ടപ്പോൾ അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരിച്ചു വിട്ടതേ ഉള്ളൂ. അത് മണിച്ചേട്ടൻ ഒരു ഭയങ്കര എന്തോ ഒരു ഫീൽ ചെയ്തു പുള്ളിക്ക് തന്നെ. അങ്ങനെ മണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വൈകിട്ട് റൂമിൽ വരണം, നമുക്ക് ബിസ്കൂട്ടൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വലിയ സിനിമാ താരം എന്നെ ഇങ്ങനെ
റൂമിലേക്ക് വിളിക്കുന്നത് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വിളിച്ചതായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഞാൻ അന്ന് വൈകുന്നേരം അങ്ങനെ പോകാതിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആക്ടർ സുധീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പൊ സുധീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു, ഇവിടെ മണിച്ചേട്ടൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പം നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. എനിക്ക് അതൊക്കെ ഒരു അതിശയമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ മണിച്ചേട്ടൻ്റെ കൂടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 10-20 ദിവസം അങ്ങനെ മണിച്ചേട്ടനുമായിട്ട് ഭയങ്കര ഒരു കൂട്ടായി. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ നേരത്ത് മണിച്ചേട്ടനോട് പോകുന്നതിനൊരു ഇടയ്ക്ക് ഷൂട്ടിന്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞത്, ചേട്ടാ നമുക്കൊരു ഫോട്ടോ എടുക്കണോ എന്ന്. നമ്മുടെ സത്യനന്ദി രാമൻ സാറിന്റെ സിനിമയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന മോമിച്ചേട്ടൻ ആയിരുന്നു അതിന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോ മണിച്ചേട്ടൻ പറഞ്ഞു, നമുക്ക് തിരക്കില്ലാത്തൊരു സമയത്ത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പിന്നീട് ഓർത്തില്ല. പക്ഷെ മണിച്ചേട്ടൻ സിനിമ തീരുന്നതിന് മുന്നേ പറഞ്ഞു, നിനക്ക് ഫോട്ടോ എടുക്കണ്ടേന്ന് പറഞ്ഞു. എന്റെ കൂടെ ഇരുത്തി 2 ഫോട്ടോ എടുത്തു. എന്നിട്ട് അന്ന് ഈ ഫോട്ടോ നമുക്ക് ഇന്നത്തെ പോലെ മൊബൈലിൽ സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ CD ആണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഞാൻ ആ മോമിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് കിട്ടാൻ എന്താ വഴി പറഞ്ഞത്, ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്റെ അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ CD എനിക്ക് അയച്ചു തരുന്നത് കമ്പ്യൂട്ടറിലിട്ട് നോക്കുമ്പോൾ ആ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള മണിച്ചേട്ടനുമായിട്ടുള്ള ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മണിച്ചേട്ടനോട് 2-3 സ്റ്റേജ് പ്രോഗ്രാമുകൾ വിദേശത്ത് ബഹ്റൈനിലും ഒക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് അത് കഴിഞ്ഞ് ഈ 2017 എനിക്ക് സാറിന്റെ പടത്തിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഈ മണിച്ചേട്ടനായിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ അദ്ദേഹം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനും അതൊരു നിമിത്തം, ഒരു നിയോഗം പോലെ ആണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് ചെയ്യുമ്പോഴേക്കും എനിക്ക് പേടിയായിരുന്നു, അത് എങ്ങനെ ചെയ്യും, അത് ചെയ്ത്. കാരണം അതൊരു മനുഷ്യൻ നമ്മൾ വിട്ട് പോയിട്ട് ഒരു 2 വർഷം കഴിയുമ്പോഴാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് എങ്ങാനും, കാരണം നമുക്ക് അത്രയും സ്നേഹമുള്ള ഒരാളിനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ മോശമായാൽ ജനങ്ങൾ നമ്മളെ പിന്നെ അതോടെ തീർന്നു. പക്ഷെ അതാ ഞാൻ പറഞ്ഞ മണിച്ചേട്ടന്റെ ലോകത്ത് നിന്നുള്ള ഒരു അനുഗ്രഹം. സിനിമ ഷൂട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ അറിയാതെ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം വന്നതുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും എന്നെ കാണുമ്പോൾ അത് ക്യാരക്ടർ ഭംഗിയാക്കി ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സ്നേഹമാണ് എല്ലാവരും തരുന്നത്.